कृष्ण पृष्ठाय भूतले श्रीमते राधानाथ स्वामिनिति नामिने वंशकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. ഹരേ കൃഷ്ണ. ഒരു 3 മിനിറ്റിൽ മഹാരാജനെ ഗ്ലോറിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും മറ്റു ഭക്തന്മാരുള്ളതുകൊണ്ട് ആ ഒരു മഹാരാജിന്റെ ക്വാളിറ്റിയാണ് കമ്പാഷൻ. അതുകൊണ്ട് നമ്മളത് പ്രകടിപ്പിക്കണം. അതുകൊണ്ട് മഹാരാജിന്റെ 3 ക്വാളിറ്റീസിനെ കുറിച്ച് ഒരു ഓഫറിങ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. സിൻസിയറിറ്റി എന്ന് വെച്ചാൽ ആത്മാർത്ഥത, പിന്നെ സെക്കൻഡ് തിങ് എംപത്തി, അനുകമ്പ, പിന്നെ മൂന്നാമത്തേത് ടേസ്റ്റ്, രുചി. പിന്നെ 3 കാര്യങ്ങൾ. സോ ആദ്യം സിൻസിയറിറ്റി, മഹാരാജിന്റെ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ പ്രഭുസ് പറഞ്ഞതുപോലെ മഹാരാജിന്റെ ജേർണി ഹോം എന്നുള്ള പുസ്തകം ആത്മഗൃഹത്തിലേക്കുള്ള യാത്ര സംതിങ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വായിച്ചിരിക്കണം. കാര്യം ഏതെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തുടങ്ങിയതല്ല ആത്മാർത്ഥത. അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ഓർഡിനറി സോൾ അല്ല, ഒരു സാധാരണ ആത്മാവല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഈവൻ ആദ്യ ദിവസങ്ങൾ മുതൽ, മീൻസ് ഈവൻ ഫ്രം ചൈൽഡ്ഹുഡ്, ബാല്യകാലം മുതൽ ആ ഒരു ആത്മാർത്ഥത കാണാൻ സാധിക്കുന്നുണ്ട് മഹാരാജിന്റെ, സിൻസിയറിറ്റി. അപ്പൊ നമ്മൾ ഒരുപാട് ഭക്തിയിൽ മുന്നേറാൻ നമുക്ക് എന്ത് ക്വാളിറ്റിയാണ് വേണ്ടതെന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കാം. പക്ഷേ ഒരുപാട് ഗുണങ്ങളെ കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരെണ്ണം നമുക്ക് തുടങ്ങാൻ, എവിടെയെങ്കിലും ഒരിടത്ത് തുടങ്ങണമെങ്കിൽ ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു ഗുണം മാത്രം മതി. സിൻസിയർ ആയിരിക്കണം നമ്മൾ. ആൻഡ് പ്രഭുപാദ് എക്സ്പ്ലെയിൻ ചെയ്തു, സിൻസിയറിറ്റി മീൻസ് ടു ഹാവ് എ കൂൾ ഹെഡ് ആൻഡ് എ ബേണിംഗ് ഹാർട്ട്. ഇത് രാധാനാഥ് സ്വാമി മഹാരാജിന്റെ ക്ലാസ്സിൽ ഞാൻ കേട്ടതാണ്. എന്ന് വെച്ചാൽ ഒരു തണുത്ത തല ഉണ്ടായിരിക്കണം, റൈറ്റ്? അത് ശാസ്ത്രങ്ങളുടെ അറിവ് കൊണ്ട് നമ്മൾ വികാരപരമായിട്ട് കാര്യങ്ങൾ ചെയ്യല്ല. നമ്മൾ ഒരു തണുത്ത തല നമുക്ക് ഉണ്ടായിരിക്കണം, ശാസ്ത്രജ്ഞാനം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. ആൻഡ് എ ബേണിംഗ് ഹാർട്ട്, ശരിക്ക് കൃഷ്ണപ്രേമം വേണം എന്നുള്ള, എന്താ പറയുക, അദമ്യമായ അഭിനിവേശം എന്ന് പറയും. അത് ഒരിക്കലും നിർത്താതെ തോരാതെ ഉള്ള ഒരു, അതിനുവേണ്ടി സ്വയം ശരിയാവാനുള്ള, കറക്റ്റ് ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥത. അപ്പം അത് മഹാരാജിന്റെ ക്വാളിറ്റി നമുക്ക് എപ്പോഴും കാണാം. അത് ഹോൾ ജേർണി ഹോമിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. അവസാനം മഹാരാജിന്റെ ആത്മാർത്ഥത അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു കോമ്പസ് ആയിട്ട് മാറിയിട്ട് അവസാനം ശ്രീല പ്രഭുപാദിന്റെ തൃപ്പാദങ്ങളിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു എന്ന് മാത്രമല്ല, അതേ ആത്മാർത്ഥത കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് തന്നെ കൃഷ്ണനിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രധാന മഹാരഥികളിൽ ഒരാളായിട്ട് മഹാരാജിന് നമ്മളെയൊക്കെ രക്ഷിക്കാൻ അതുകൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരു ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ആദ്യം പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തേത് എംപത്തി, അനുകമ്പ എന്ന് വെച്ചാൽ അതിനൊരു റീസെന്റ് ആയിട്ട് കേട്ടൊരു കാര്യമാണ്. ചൈതന്യ ചരൺ പ്രഭു, നമുക്കറിയായിരിക്കും, മഹാരാജിന്റെ ഒരു ഡിസൈപ്പിൾ, വളരെ സീനിയർ ഡിസൈപ്പിളാണ്. ചൈതന്യ ചരൺ പ്രഭു ഒരു പ്രാവശ്യം അദ്ദേഹം പറഞ്ഞൊരു രസകരമായ കഥയാണ്. അതായത് ആരോ ഒരാള്, കുറച്ച് ഭക്തന്മാർ, അദ്ദേഹം നല്ല ക്ലാസ്സുകളൊക്കെ എടുക്കും. നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ഫിലോസഫിയൊക്കെ വെച്ചിട്ട് വളരെ ഒരു ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകളാണ് ചൈതന്യ ചരൺ പ്രഭു എടുക്കുന്നത്. വളരെ പ്രശസ്തനാണ് ഈ കാര്യത്തിന്. അപ്പൊ ഏതോ കുറച്ച് ഭക്തന്മാർ ഒരു അഭിപ്രായം പറഞ്ഞു, പ്രഭു എടുക്കുന്ന ക്ലാസ് ഒന്നും ആർക്കും മനസ്സിലാവുന്നില്ല, അത്രയും ഭയങ്കര ഹൈ ലെവലാണ്. അപ്പൊ അതുകൊണ്ട് പ്രഭുവിന്റെ ഇതൊന്നും മാറ്റണം, ഇത്രയും ഒരു ഫിലോസഫി ആയിട്ട് കാര്യങ്ങൾ എടുക്കരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ദുഃഖമായി. അപ്പോൾ മനസ്സിൽ ഇങ്ങനെയോ ദുഃഖം ഉണ്ടായിരുന്നു, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഭക്തന്മാർക്ക് ഞാനൊരു, എന്താ പറയാ, സേവയ്ക്ക് പകരം ഒരു ഡിസ്സർവീസ് ഞാൻ ചെയ്യുകയാണോ എന്ന് പറഞ്ഞു. പിന്നെ സമയം കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള രാധാനാഥ് മഹാരാജിന്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഒരു അഭിപ്രായം വന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ രാധാനാഥ് മഹാരാജ് ഒരു നിമിഷം, ഉടനെ തന്നെ അദ്ദേഹം ഒരു മറുപടി പറയാണ്. ഗൗർ ഗോപാൽ പ്രഭു അറിയാലോ. അപ്പൊ ഗൗർ ഗോപാൽ പ്രഭു ഇന്റെ ക്ലാസ്സുകൾ മൊത്തം തമാശയാണ്. അതിലൊക്കെ അത് ഭയങ്കര ഹ്യൂമറസ് ആണ്, അതിൽ വലിയ ഒരു ഇതായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് മഹാരാജ് അങ്ങോട്ടൊരു മറു ചോദ്യം ചോദിച്ചു. അത് കഴിഞ്ഞ് മൂന്നാമതൊരു ചോദ്യം മഹാരാജ് ചോദിച്ചു. എന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ വലിയ ജ്ഞാനത്തോടെ എനിക്ക് പറയാൻ അറിയില്ല, അദ്ദേഹത്തെ കൂടെ തമാശ പറയാനും എനിക്കറിയില്ല. എന്റെ കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യും, താങ്കളൊരു സമാധാനം പറയും എന്ന് പറഞ്ഞിട്ട് മഹാരാജ് തിരിച്ച് ഒരു ചോദ്യം ചോദിച്ചു.
അപ്പോൾ ചൈതന്യ ചരൺ പ്രഭു എന്ത് പറയണം എന്നറിയാതെ നിൽക്കുകയാണ്. പക്ഷെ ആ സമയത്ത് മഹാരാജ് ആ ഒരു തമാശ, ഒരു എന്താ പറയുക, ഒരു നർമ്മം ആയുള്ള മൂഡിൽ നിന്നും മാറിയിട്ട് മഹാരാജ് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു, പക്ഷെ എനിക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ഗുണം എനിക്ക് ഭഗവാൻ എനിക്ക് നൽകിയിട്ടുണ്ട്, കാരുണ്യം പൂർവ്വം എനിക്ക് നൽകിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആരോടാണോ സംസാരിക്കുന്നത്, അത് ചിലപ്പോൾ വളരെ നിർധനരായ പാവപ്പെട്ട വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ വലിയ കോടീശ്വരന്മാരായ വ്യക്തികൾ. പക്ഷെ അവർക്കും പ്രശ്നങ്ങൾ ഉണ്ട് ജീവിതത്തിൽ, ഇല്ലെന്ന് നമ്മൾ വിചാരിക്കരുത്. എല്ലാ ജനങ്ങൾക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്, ഇല്ലേ? അപ്പോൾ ആ വ്യക്തികൾ ആരോടാണോ ഞാൻ സംസാരിക്കുന്നത്, അവരുടെ ഹൃദയത്തിലെ വേദന അറിയാനുള്ളൊരു കഴിവ് ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട്. കൃഷ്ണ ഹാസ് ഗിവൺ മീ ദാറ്റ് എബിലിറ്റി. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നോ അത് അവരുടെ ഹൃദയങ്ങളിൽ ചെന്ന് അത് തട്ടാറുണ്ട്, അല്ലേ? അപ്പം അങ്ങനെ ഒരു ക്വാളിറ്റി, അത് ഇപ്പം മഹാരാജ് ചെയ്യുന്ന പ്രീച്ചിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇസ്കോണിൽ ആരും ചെയ്യാത്ത, അതേസമയം ഇതാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള പ്രചാരമാണ് മഹാരാജ് ചെയ്യുന്നത്. ലോകത്തിലെ നേതാക്കന്മാരെ പോയി കാണുകയും, അതേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭുപാദിനെ പ്രതിനിധീകരിക്കേണ്ട വേദികൾ ഏതൊക്കെയാണോ ആ വേദികളിലൊക്കെ മഹാരാജ് ആ പ്രതിനിധാനം അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു തിയറിറ്റിക്കലായിട്ട്, കുറച്ച് താത്വികമായിട്ട് കുറച്ച് ശാസ്ത്രം മാത്രം അറിഞ്ഞാൽ പോരാ. അത് ഓരോ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അനുകമ്പയോടെ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു സാക്ഷാത്കാരമുള്ള ഒരു വ്യക്തിക്ക്, ഒരു ഭക്തന് മാത്രമേ മനസ്സിലാവുള്ളൂ. മഹാരാജ് ആ കമ്പാഷൻ ആൻഡ് എംപത്തി മഹാരാജ് കാണിക്കുന്നുണ്ട്. അതൊരു രണ്ടാമത്തെ ഒരു ക്വാളിറ്റി. പിന്നെ മൂന്നാമത്തെ പറയാൻ ഉദ്ദേശിച്ചത്, അതേ ഒരു അനുകമ്പയോടെ മഹാരാജ് ഭക്തന്മാർക്കും ഭക്തിയുത സേവനം പരിശീലിക്കണമെങ്കിൽ അവർക്ക് ഒരു കമ്മ്യൂണിറ്റി ആവശ്യമുണ്ട്, സീനിയർ ഡിവോട്ടീസിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്, കൗൺസിലിംഗ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇസ്കോണില് ഇതം പ്രഥമമായിട്ടൊരു കൗൺസിലർ സിസ്റ്റം ഉണ്ടാക്കി. അത് പലതവണ പരാജയപ്പെട്ട കഥ മഹാരാജ് തന്നെ പറയാറുണ്ട്. പക്ഷെ അത് വീണ്ടും അതിനെ ശരിയാക്കി വിജയിപ്പിച്ചെടുത്ത് മഹാരാജ് നമുക്ക് ഇസ്കോണിന് തന്നെ ഒരു ഉദാഹരണം മഹാരാജ് കാഴ്ചവെച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കുക എങ്ങനെയാണ് ഈ കൗൺസിലിംഗ് നടക്കുന്നതെന്ന് വിചാരിക്കാം. പക്ഷെ അതിൽ വെറുതെ ഈ ഒരു പ്രശ്നത്തിന് ഈ പരിഹാരം, ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് പറയുന്നത് മാത്രമല്ല, മഹാരാജിന്റെ മറ്റൊരു വണ്ടർഫുൾ ക്വാളിറ്റി എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ആണ്. എന്ത് ചെയ്താലും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കൃഷ്ണനിലാണ്, കൃഷ്ണ കഥയിലാണ് എന്നുള്ളത് മഹാരാജ് പ്രാക്ടിക്കലായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചന്ദ്രവംശി പ്രഭു പറഞ്ഞതുപോലെ ഇസ്കോണിൽ നോക്കിയാൽ, എസ്പെഷ്യലി ചൗപ്പാട്ടിയിൽ നോക്കിയാൽ എല്ലാം IIT IIM ആൾക്കാരാണ്. എല്ലാം ഒരു സമയം ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ക്ലോക്ക് വർക്കായിട്ട് നടക്കും. ഈ സമയം തുടങ്ങും, ഈ സമയം നിർത്തും. ഈ ടൈം ടേബിളിൽ മാറ്റം വരുന്ന ഒരേ ഒരു കാര്യത്തിലേ ഉള്ളൂ, മഹാരാജ് വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു പോകും. പ്രത്യേകിച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സന്ദർഭമാണ് മഹാരാജിന്റെ വളരെ ഉറ്റ സുഹൃത്തായ, ആത്മസുഹൃത്തായ ഭക്തി തീർത്ഥ മഹാരാജിന്റെ തിരോഭാവം സംഭവിച്ച സമയത്ത് അതിനുശേഷം 6-7 മണിക്കൂറായിരുന്നു ആ ക്ലാസ്, റൈറ്റ്? ആ ക്ലാസ് ഞാനും 6 മണിക്കൂർ ഇരുന്ന് കേട്ടു, റെക്കോർഡിങ്. ഇറ്റ്സ് സോ മൂവിങ്, റൈറ്റ്? അപ്പൊ നമ്മൾ ഏതോ വൈകുണ്ഠത്തിൽ പോയി, ഗോലോകത്തിൽ പോയി പിന്നെ കൃഷ്ണനുമായിട്ട് പ്രേമബന്ധം ഏർപ്പെടും, അങ്ങനെയല്ല. അത് നമ്മൾ ഇവിടെ തന്നെ കൃഷ്ണകഥ വഴി ഭക്തന്മാരുമായിട്ട് മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം അങ്ങനെ ചെയ്യണമെന്ന് മഹാരാജ് അത് ഉദാഹരണം സഹിതം കാണിച്ചു തന്നു. ഇതേപോലെ രാധാനാഥ് മഹാരാജ് പോലെ മറ്റൊരു വ്യക്തിത്വമാണ് ഗൗർ ഗോവിന്ദ മഹാരാജ്, റൈറ്റ്? സോ അങ്ങനെ ഒരു ടേസ്റ്റ് ഇൻ കൃഷ്ണ, ആ ടേസ്റ്റ് വഴിയാണ് ഭക്തന്മാരൊക്കെ ഒന്നായി നിൽക്കുന്നത്. അതിനുശേഷം മറ്റ് അഡ്വൈസുകളൊക്കെ വേണം, അതിലൊരു തെറ്റുമില്ല, അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വേണം. ഇങ്ങനെ ഈ 3 ക്വാളിറ്റീസിനെ കുറിച്ച് അനുസ്മരിക്കാൻ ഒരു അവസരം ഇന്ന് ലഭിച്ചിരിക്കുകയാണ്. സോ അഗെയിൻ പറയാണ്, സിൻസിയറിറ്റി, എംപത്തി ആൻഡ് ടേസ്റ്റ്. സോ മഹാരാജിനോട് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ദിവസം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്, ആ സിൻസിയറിറ്റി പോലും ഇല്ല. അപ്പോൾ മഹാരാജിൻ്റെ സീനിയർ ആയിട്ടുള്ള വളരെ ആത്മാർത്ഥരായിട്ടുള്ള ശിഷ്യന്മാരും ഇവിടെ ഉണ്ട്. സോ അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഞാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ മഹാരാജിൻ്റെ നിർദ്ദേശങ്ങൾ ഇനിയും കൂടുതൽ മനസ്സിലാക്കാനും, അതേപോലെ അമൃത ബിന്ദു മെസ്സേജസ് ഡെയിലി കിട്ടുകയാണെങ്കിൽ അതും വളരെ നന്നായിരിക്കും. കൂടുതൽ സമയം എടുക്കുന്നില്ല. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹിസ് ഓണേഴ്സ് രാധാനാഥ് സ്വാമി മഹാരാജ് കി ജയ്. ശീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു.